ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നിയമസഭയിൽ ആയുധമാക്കാൻ പ്രതിപക്ഷം. ചേർത്തലയിൽ ദളിത് യുവതി മർദ്ദനത്തിനിരയായ വിഷയത്തിൽ ഉൾപ്പെടെ ഉന്നയിക്കും. കൊച്ചി കുണ്ടന്നൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു. തീപിടിച്ചത് തേവര SH സ്കൂളിലെ ബസ്സിന്. കുട്ടികളെ ഇറക്കിയതിനാൽ ഒഴിവായത് വൻ ദുരന്തം. മലയാറ്റൂരിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ രക്ഷപ്പെടുത്തി അമ്മയാന. ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. കാട്ടാനശല്യത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. ഫോറസ്റ്റുകാർ ഒരു കാര്യത്തിൽ തീരുമാനം ഇവരുടെ മുമ്പിലില്ല. കോളറ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യ വകുപ്പ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടണമെന്ന് മുന്നറിയിപ്പ്. നെയ്യാറ്റിൻകരയിലെ 4 പേരുടെ പരിശോധനാ ഫലം ഇന്ന്. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിൽ അധ്യാപക ക്ഷാമം. 500ഓളം വിദ്യാർത്ഥികളുള്ള കോളേജിൽ ഒഴിഞ്ഞുകിടക്കുന്നത് 34 തസ്തികകൾ. പഠന കാര്യങ്ങളിൽ പ്രതിസന്ധിയെന്ന് വിദ്യാർത്ഥികൾ. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ കാനഡയെ തകർത്ത് അർജന്റീന ഫൈനലിൽ. ജയമെതിരില്ലാത്ത 2 ഗോളിന്. യൂറോ കപ്പിൽ ഫ്രാൻസിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് കീഴടക്കി സ്പെയിൻ ഫൈനലിൽ. യൂറോ കപ്പ് ചരിത്രത്തിൽ ഗോൾ തേടുന്ന പ്രായം കുറഞ്ഞ താരമായി ലാമിൻ യമാൽ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ആലപ്പുഴ ജില്ലയിൽ ദളിത് പെൺകുട്ടിയെ ആക്രമിച്ചതടക്കമുള്ള വിഷയങ്ങൾ സഭയിൽ കൊണ്ടുവന്നേക്കും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, സംസ്ഥാനത്ത്